ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കാൽക്കുലേറ്റ് ഡേയ്സ് ബിറ്റ്വീൻ ടു ഡേറ്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അതായത് രണ്ട് തീയതികൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, പല സമയങ്ങളും നമുക്ക് രണ്ട് തീയതികൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ ജാവാസ്ക്രിപ്റ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മറ്റു ക്ലയൻറ്റ് സൈഡ്, അതായത് ഒരു യൂസർ കമ്പ്യൂട്ടറിൽ കാണുന്ന രൂപത്തിൽ ചെയ്യുന്നതിനാണ് ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ജാവാസ്ക്രിപ്റ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വേറൊരു ലാംഗ്വേജ് നമുക്കതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ സെർവർ സൈഡ് ചെയ്യാൻ നമുക്ക് ASP.O അതേപോലെ തന്നെ PHP അങ്ങനെയുള്ള പല ലാംഗ്വേജ്, പൈത്തൺ അങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡേറ്റുകളും ടൈമുകളും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഒരു ബ്രൗസറുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റിൻ്റെയും ടൈമിൻ്റെയും കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ് ടൈം, ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ജാവാസ്ക്രിപ്റ്റിൽ നമുക്കിങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മാത്ത് ഫ്ലോർ എന്ന മെത്തേഡും അതേപോലെ തന്നെ മറ്റു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാത്തമാറ്റിക്കലി കുറേ ഇക്വേഷനും മാത്തമാറ്റിക്കലി പ്രോഗ്രാം ചെയ്യാൻ പല ഇക്വേഷനുകളൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡേറ്റ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, രണ്ട് വിധത്തിലാണ് നമുക്ക് ഈ ഡേറ്റ് ഫംഗ്ഷൻ, അതായത് രണ്ട് ദിവസങ്ങൾക്കിടയിലുള്ള ഡേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ട് ദിവസങ്ങൾക്കിടയിലും അതേപോലെ തന്നെ കൊടുത്ത ദിവസവും അതേപോലെ ഇപ്പോഴത്തെ ദിവസം അടിസ്ഥാനമാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഡേറ്റുകൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. രണ്ട് ദിവസങ്ങൾ കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ആ രണ്ട് ദിവസങ്ങൾക്കിടയിൽ എത്ര ഡേയ്സ്, അതായത് രണ്ട് ഡേറ്റുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്ത പ്രോഗ്രാം ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിതിലൊരു ടൈറ്റിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ടൈറ്റിലിൻ്റെ ഉള്ളിൽ എന്താണോ ഇതിന് നമുക്ക് ടൈറ്റിൽ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാൽക്കുലേറ്റ് ഡേയ്സ് എൻഡറിങ് 2 ഡേറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. എന്താണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മെസ്സേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വെബ് പേജിൻ്റെ ബോഡി സെക്ഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒന്നാമത്തെ വേരിയബിൾ ഡേറ്റ് 1 എന്നും രണ്ടാമത്തെ വേരിയബിൾ ഡേറ്റ് 2 എന്നും നമുക്ക് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇനി ഈ രണ്ട് വേരിയബിളിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ്, അതിന് മുമ്പ് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ഡേറ്റ് വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഡേറ്റുകൾ നമുക്ക് അസൈൻ ചെയ്ത് ചേർത്ത് കൊടുക്കണം. രണ്ട് ഡേറ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റ് 1 ഇട്ടതിന് ശേഷം ഡേറ്റ് 1 ഈക്വൽ ടു ന്യൂ ഡേറ്റ്, അതായത് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ന്യൂ ഡേറ്റ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാവുന്നത്. നമുക്കൊരു ഡേറ്റ് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഡേറ്റ് എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഡേറ്റ് ഇവിടുന്ന് ആഡ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ ഞാൻ രണ്ടാമത്തെ ഡേറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഡേറ്റ് 1 എന്നാണ് ചേർത്തത്. ഇതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഡേറ്റ് 2 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലൊരു ഡേറ്റ് കൊടുത്തു. ഇതിൽ നമ്മൾ മറ്റൊരു ഡേറ്റ് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇയർ ഏതാണോ അതും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ var എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈം ഡിഫറൻസ് എന്ന് ചേർത്ത് കൊടുത്തു. ടൈം ഡിഫറൻസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു, എന്നിട്ട് നമ്മുടെ ഡേറ്റിൻ്റെ ഫംഗ്ഷൻ നമുക്ക് രണ്ടാമത്തെ ഡേറ്റ് ഇട്ടു. അതിനുശേഷം ഗെറ്റ് ടൈം എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഡേറ്റ്, അതായത് രണ്ടാമത്തെ ഡേറ്റിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ഡേറ്റ് നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടൈമും നമ്മൾ ഇവിടുന്ന് കുറച്ച് കൊടുത്തു.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ മറ്റൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ വേരിയബിൾ എന്ന് എഴുതി. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഈ വേരിയബിൾ ഡേറ്റ് ഡിഫറൻസ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഡേറ്റ് ഡിഫറൻസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിനുശേഷം നമ്മൾ വന്ന് ടൈം ഡിഫറൻസ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ, എന്നിട്ട് ഇവിടെ വന്ന് മില്ലി സെക്കൻഡ് ഇൻറ്റു അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇൻറ്റു അതിനുശേഷം നമ്മളിവിടെ വന്ന് മണിക്കൂർ അവേഴ്സ് ഇൻറ്റു അതിനുശേഷം നമ്മൾ ഒരു ദിവസത്തിലുള്ള അവേഴ്സ്, അതായത് ആദ്യം നമുക്ക് മില്ലി സെക്കൻഡ്, പിന്നെ സെക്കൻഡ്, മിനിറ്റ്, അതിനുശേഷം എത്ര അവേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ നമുക്കിതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്പേഴ്സ് ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ ഡേറ്റ്സ്, അതായത് 2 ദിവസങ്ങൾക്കിടയിൽ എത്ര ഡേറ്റ് ഉണ്ടെന്ന് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു ലൈന്, അതായത് അടുത്ത ലൈനിൽ വരാൻ വേണ്ടി ഞാനിവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് 1 എന്ന് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ആൻഡ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും BR ബ്രേക്ക് ഇട്ടു. അതിനുശേഷം വീണ്ടും നമുക്കിവിടെ വന്ന് ഡേറ്റ് 2 എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് പ്ലസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് വീണ്ടും ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ R എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് വീണ്ടും ഇവിടെ വന്ന് പ്ലസ് ഇട്ടു. അതിനുശേഷം നമുക്ക് ഡേറ്റ് ഡിഫറൻസ് എന്ന് നമുക്ക്, അതായത് 2 ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡേയ്സ് ഡിഫറൻസ് എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് ഡേയ്സ് എന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഈ 2 ഡേറ്റുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, നമ്മളിത് ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ 2 ദിവസങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഡേറ്റ് 2ഉം രണ്ടാമത് ഡേറ്റ് 1ഉം എന്ന് ചേർത്ത് കൊടുത്തു. ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ 2 ദിവസങ്ങൾ, നമ്മൾ ആ കൊടുത്ത 2 ദിവസങ്ങൾ, ആ 2 ഡേറ്റുകൾക്കിടയിൽ എത്ര ദിവസം വരുന്നുണ്ടെന്ന് നമുക്കിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. അതായത് നമുക്കൊരു 2 ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ 2 ഡേറ്റുകൾ ചേർത്ത് കൊടുക്കും. ആ 2 ഡേറ്റുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ യൂസേഴ്സ്, അതായത് ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊന്ന് 2 ഡേറ്റ് സെലക്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 2 ദിവസങ്ങൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തതെല്ലാം ഇതൊന്ന് ഒഴിവാക്കി അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML ഓപ്പൺ ചെയ്തു. ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ടൈറ്റിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കാൽക്കുലേറ്റ് ഡേയ്സ് ബിറ്റ്വീൻ, ഹെഡിങ് ടൈറ്റിൽ എന്താണെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ബിറ്റ്വീൻ ഡേറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് 2 ഡേറ്റ്സുകൾക്കിടയിൽ നമുക്ക് എത്ര ദിവസം വരുന്നുണ്ടെന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം സ്ക്രിപ്റ്റ് എഴുതി. ഇതിന് ശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ചേർത്ത് കൊടുക്കുന്നു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഡേയ്സ് ഡിഫറൻസ് എന്ന് ചേർത്ത് കൊടുത്തു. ഡിഫറൻസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണ്. ഒന്നാമത്തെ വേരിയബിൾ ഡേറ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ നമ്മൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ചിട്ടാണ്, അതായത് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ഉള്ള വാല്യൂ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ പേര് ഡേറ്റ് ഇൻപുട്ട് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഡോട്ട്, അതായത് നമ്മൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും ഇതിലേക്ക് ആക്സസ് ചെയ്ത് വരുന്നത്.
ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിനും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഡേറ്റ് 2 എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡേറ്റ് ഇൻപുട്ട് 2 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെന്ത് ചെയ്യാം, രണ്ട് വേരിയബിളിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ കിട്ടുന്ന രണ്ട് വേരിയബിളിന് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റിലേക്കായിട്ട് അത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡേറ്റ് വാർ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡേറ്റ് ഒരു ഐ എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ കൊടുത്ത ഡേറ്റ് 1 എന്ന വേരിയബിൾ നമ്മൾ ഇതിലേക്ക് ആക്സസ് ചെയ്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തതിനും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് 2i എന്നിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് ന്യൂ ഡേറ്റ് 2 എന്നും ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന രണ്ട് വേരിയബിളും ഇതിലേക്കായിട്ട് രണ്ട് ഡേറ്റിലേക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ വാർ എന്നിട്ട് ഇവിടെ വന്ന് അതിൻ്റെ പേര് ടൈം ഡിഫറൻസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡിഫറൻസ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ഡേറ്റ് 2ൽ നിന്ന് ഗെറ്റ് ടൈം, അതിൽ നിന്ന് അതായത് രണ്ടാമത്തെ ഡേറ്റിൽ നിന്നും ഒന്നാമത്തെ ഡേറ്റ് നമുക്ക് ഇവിടുന്ന് കുറക്കാം. അപ്പോൾ ഡേറ്റ് 1 ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് ടൈം എന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു റിസൾട്ട്, അതിനുശേഷം വേറൊരു വേരിയബിൾ കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിനുശേഷം ടൈം ഡിഫറൻസ് എന്ന് ചേർത്തു, ഡിവൈഡഡ് ബൈ എന്നിട്ട് ഇവിടെ വന്ന് വാല്യൂ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഗുണിച്ച പോലെ തന്നെ ആദ്യം മില്ലി സെക്കൻഡ്, പിന്നെ സെക്കൻഡ്, പിന്നെ മിനിറ്റ്, അതിനുശേഷം നമ്മൾ എത്രയാണ് അവേഴ്സ്, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ആ ഡേറ്റ് എത്ര ദിവസമാണോ ഡിഫറൻസ് വരുന്നത് അത് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡോക്യുമെൻറ്റ് ഡോട്ട് അതിനുശേഷം റിട്ടേൺ ചെയ്യണം. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, എന്നിട്ട് നമുക്ക് റിസൾട്ട് എന്ന ഐ ഡി, അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്നതിൽ റിസൾട്ടിലാണ് നമുക്കിത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിവിടെ വന്ന് ഡോട്ട് ഇന്നർ HTML എന്നിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യാം. ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് റിസൾട്ട്, നമുക്ക് ആൻസർ കിട്ടുന്നതിനെയാണ് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത്. ആദ്യം ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ടെക്സ്റ്റ് എന്താണെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഡേറ്റ് ബിറ്റ്വീൻ ബോത്ത് ഡേയ്സ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ദിവസങ്ങൾ ഇടയിൽ എത്ര ഡേറ്റ് വരുന്നുണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് വാല്യൂ പുറത്തേക്കായിട്ട് റിട്ടേൺ ചെയ്യും. അതിനുശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇനി നമുക്കിവിടെ ബോഡി ഓപ്പൺ ചെയ്യണം. അവിടെയാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റർ ഡേറ്റ് 1 എന്ന്, അതായത് ഒന്നാമത്തെ ഡേറ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട് ടൈപ്പ് ഇൻപുട്ട്, അത് നമ്മൾ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റൂ. നെയിം നമ്മളിവിടെ കൊടുക്കുന്നില്ല. അപ്പം നെയിം എന്നുള്ളത് ഞാനിവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം ഞാനിവിടെ വന്ന് ഇതിന് ഡേറ്റ് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഡേറ്റ് ഇൻപുട്ട് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം പുതിയൊരു ലൈന് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് BR എന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒന്നാമത്തെ ഡേറ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഡേറ്റ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഡേറ്റ് കൊടുക്കാൻ ഇവിടെ വന്ന് ആദ്യത്തിന് ഡേറ്റ് 1 എന്നും രണ്ടാമത്തിന് നമ്മൾ ഡേറ്റ് 2 എന്നും ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ ഡേറ്റ് ഇൻപുട്ട് 2 എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ബട്ടണ് നമുക്കിവിടെ വന്ന് അതിനൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കാം.
ഓൺ ക്ലിക്ക്, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് ഡിഫറൻസ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ചെക്ക് എന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസർ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മളിവിടെ വന്നൊരു H3 എന്നുള്ളൊരു ടാഗ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിന് H3ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ID ചേർത്ത് കൊടുക്കുക. അതായത് ഈ ID അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ഈ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്ത ID നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ആൻസർ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് ഹെഡിങ് 3ലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഇവിടെ എന്താണോ കൊടുത്തത് അതേ ID ആണ് ഇവിടെയും ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2 ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇന്നത്തെ ഡേറ്റ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ 2 ദിവസങ്ങൾക്കിടയിൽ എത്ര ഡേറ്റ് വരുന്നുണ്ട്, അതായത് നമ്മൾ ആ സെലക്ട് ചെയ്ത 2 ദിവസങ്ങൾക്കിടയിൽ എത്ര ദിവസങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.